Happy birthday to you. Happy birthday to you, Chang bro. Kesi. Thank you. പെട്ടെന്നുള്ള ഗസ്സൊക്കെ ചെയ്യണം എല്ലാരും. ചേട്ടന് മാത്രമല്ല അമ്മക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല, ചേച്ചിക്കും അറിയത്തില്ല, ഈ വീട്ടിൽ ആർക്കും അറിയത്തില്ല ആ ഗിഫ്റ്റിന്റെ അകത്ത് എന്തുവാണത്. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. അങ്ങനെ കാര്യം നമ്മുടെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. സിന്ധു എടാ പപ്പയുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലടാ പപ്പ. അപ്പൊ എന്തായിരുന്നു ചെലവ്? പായസം വെക്കുന്നുണ്ട്, അത് മാത്രമല്ല. കേക്ക് മേടിക്കാം. അപ്പൊ ഗായ്സ് മമ്മി ആണെങ്കിൽ ഇവിടെ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞായിരുന്നു അണ്ണോട്. രാവിലെ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞറിയാവാ. ഞാനാണ് ആദ്യം പറഞ്ഞത്. എന്നാ മേടിച്ചു കൊടുത്തമ്മ? അതൊന്നും ആയിക്കൊടുത്തില്ല. പായസത്തിന് ഇടാനുള്ള എന്തോ സാധനങ്ങളൊക്കെയാണ്. സേമിയ പായസം അല്ലേ വാ? ഓ ഗായ്സ് പൊളിക്കും. വേറെ ഫുഡിന് എന്തുവാ? ചോറും ചിക്കനും മോരുകാഴ്ച അതൊക്കെ. മോരുകാഴ്ച കണ്ടാ? ഓ അത് മതി, പൊളിച്ച് കേട്ടാ. അങ്ങനെ ഗായ്സ് പായസം ഇതാ വന്നിരിക്കുകയാണ് കുട്ടികളെ. കുറെ നാളായി പായസം കുടിച്ചിട്ട്. ചിയേഴ്സ് ഗായ്സ്. അടിപൊളി കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം. താങ്ക് യു മമ്മി. അങ്ങനെ ഗായ്സ് നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിരിക്കുകയാണ്. ആരാ വരാൻ പ്ലാൻ ഇട്ടാ? നീയായി വരാം. ഓ അടിപൊളി. എത്ര നാളായി എന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്? എടാ ചേട്ടന്റെ ബർത്ത്ഡേ പായസം കുടിക്കാം. എടാ എന്റെ അല്ലടാ, എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ. നീയൊക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കണ? നീ പ്ലസ് 2, ഇവൻ പ്ലസ് 1. പേരെന്ന് പറഞ്ഞു? ആദർശ്. ആദർശ് ഏട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്ക്. ഇതാണ് എന്റെ ചേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നീയൊക്കെ പണ്ടോട്ട് എന്റെ വീഡിയോ കാണണല്ലേ? നിനക്ക് എന്റെ ഇത്ര കാറിലുള്ള ഏത് കാറായിട്ട് ഇഷ്ടമുള്ള? എനിക്ക് ഫ്രൈഡേ ബേബി. അതെന്താ? അണ്ണാ ഫ്രൈഡേ ബേബി എഴുതിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു താങ്ക് യു. നീ എന്താണ് നീ മിണ്ടാണ്ടിരിക്കുന്നത് കുട്ടാ? കുടിയാ കൊള്ളാം, പായസം കൊള്ളാം. അപ്പൊ ബോയ്സ് കണ്ടതിൽ സന്തോഷമുണ്ട്. വീഡിയോസ് ഒക്കെ ഇനി കട്ട കാണണം കേട്ടാ? ഓക്കേടാ, ലവ് യു ബോയ്സ്. അമ്മ എല്ലാരും സെറ്റ് അല്ലേ? കേക്ക് വാങ്ങട്ടെ നമുക്ക്? പിന്നെ കേക്ക് മേടിക്കണം. അച്ഛാ സാരഥിയാകണം. സാരഥിയാകണം അച്ഛൻ. എന്ത് വണ്ടി എടുത്തിട്ട് പോണം നമുക്ക് കേക്ക് വാങ്ങാൻ? ഇല്ലില്ല അച്ഛൻ അക്ക ഇന്ന് ഓഫല്ലേ? ഒക്കെ ചേച്ചി ഇന്ന് ഓഫാണ്. എല്ലാരും ഉണ്ട്. സിദ്ധു പോയി നമുക്ക് പപ്പടെ കേക്ക് കാട്ടിയണ്ടാ. എക്സൈറ്റഡ് ആണാ? എടാ എന്തുവാണോ പഠിക്കണ? അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാത്രല്ല ഈ ഒന്നും ഇല്ലേ? അച്ഛാ വാ റെഡിയാ, ഷർട്ട് ഇട്, നമുക്ക് കേക്ക് വാങ്ങിട്ട് വരാം. നമുക്ക് 2 കൂടെ പോണം. വാ. എന്ത് അച്ഛൻ നൈസായിട്ട് വെള്ളം ഒഴിച്ചെന്നാണ് പറയുന്നത്. ചേഞ്ച് ഓഫ് പ്ലാൻസ് ഗൈസ്. ചേട്ടൻ എങ്ങനെ എൻ്റെ കൂട്ടത്തിൽ വണ്ടിയൊക്കെ കയറി അവിടം വരെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ അറിയാൻ പറ്റും ഞാൻ എന്താണ് ഗിഫ്റ്റ് വാങ്ങിയെന്നത്. അപ്പം ആ ഒരു സർപ്രൈസ് അവിടെ പൊളി. അതുകൊണ്ടാണ് ഞാൻ അച്ഛനുമായിട്ട് പോകാന്ന് പറഞ്ഞത്. ഏത് സമയത്താണ് അച്ഛന് വെള്ളം അടിച്ച് വെച്ചാൽ തോന്നിയത്? ഓ മാൻ, അതുകൊണ്ട് അച്ഛനുമായിട്ട് പോകാൻ പറ്റില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന പോപ്പിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോപ്പിയുടെ ആണ് എന്തെങ്കിലും സാധനം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും പോപ്പി ഇപ്പോൾ സാധനം കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു കേക്കും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതാകുമ്പോൾ പൊളിയത്തില്ല. ഇല്ലെങ്കിൽ ഞാനും ചേട്ടൻ കൂടെ പോയി കഴിഞ്ഞാലേ മൊത്തം സർപ്രൈസ് അങ്ങ് കോളമായി പോകുന്നത്. ചേട്ടനാണെങ്കിൽ ഒരു പാവം കൂടെ. നമുക്ക് ആ ഒരു നിഷ്കളങ്ക മുഖത്ത് നമുക്ക് സർപ്രൈസ് വരുമ്പോൾ എന്ത് എക്സ്പ്രഷൻ ഉണ്ടാകുമെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നിങ്ങളും കാണും, ഞാനും കാണും. നോക്കട്ടെ എങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ഇന്നൊരു ഓൺലൈൻ
ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് പരിചയപ്പെടുത്താൻ പോണ. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് എന്ന് പറഞ്ഞാൽ സുപ്പി എന്നാണ്. ഇതിനെ പറയണമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക പുരാന അങ്ങനെ എന്തുവായിരുന്നു, സോറി ഗൈസ്, സദിയോ സേ ഇന്ത്യക്ക അപ്ന ഗെയിം എന്നാണ്. ഇതിൽ നമുക്ക് പരിചിതമായിട്ടുള്ള കുറെ ഗെയിംസ് ഉണ്ട്, ലൈക്ക് ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, അതുപോലെ തന്നെ കുറെ ഗെയിംസ് ഉണ്ട്. ഈ ഗെയിംസ് എല്ലാം കളിച്ച് 10 മിനിറ്റ് കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ഓൾസോ റിവാർഡും കിട്ടും. പിന്നെ ഇത് സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുപോലെ തന്നെ 10 കോടി പ്ലേയേഴ്സ് ആണ് ഈ ഒരു ഗെയിമിനകത്ത് ഉള്ളത്. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ വെറും 1 രൂപ, യെസ് ഗൈസ്, വെറും 1 രൂപ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിച്ച് തുടങ്ങാനൊക്കെ പറ്റും. ഓൾസോ ഗൈസ്, ഇതിനകത്ത് വിൻ ചെയ്യണ എമൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് UPI ത്രൂ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ TDS GST ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ക്യാഷ് ബാക്ക് ആയിട്ട് റീഫണ്ട് പോകും. പിന്നെ ഗൈസ്, ഇപ്പൊ സുപ്പി ഫെസ്റ്റിവലോടൊക്കെ ഉണ്ട്, ദാറ്റ് ഈസ് ഓഗസ്റ്റ് 15 തൊട്ട് ഓഗസ്റ്റ് 19 രാത്രി 10 മണി വരെ. പിന്നെ ഇതിന്റെ പ്രൈസ് പൂൾ എന്ന് പറഞ്ഞാൽ 1.25 crore ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 15 രൂപയുള്ളൂ. 11 lakh എൻട്രീസ് ആണ് ഗൈസ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് പറഞ്ഞാൽ മഹേന്ദ്ര സ്കോർപിയോ ആണ്. സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ആണ്. അതുപോലെ തന്നെ ഫോർത്ത് പ്രൈസ് എന്ന് പറഞ്ഞാൽ iPhone 15 ആണ്. ഇത് കൂടാണ്ട് കുറെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ സുപ്പി ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കളിച്ചു തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമന്റ് സെക്ഷനിലൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾസോ നിങ്ങൾക്ക് supi.com നിന്നും ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ്, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും. ഓക്കെ, ഓൾസോ ഗൈസ്, ഇത് പൈസ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ സൂക്ഷിച്ച് കണ്ടൊക്കെ കളിക്കണം. പൈസ പോയാൽ ഞാൻ ഉത്തരവാദിത്തം ഒന്നുമല്ല, അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ കളിക്കണം. അപ്പൊ ഗൈസ്, നമ്മുടെ ചെറുക്കാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പോയി വാങ്ങിട്ട് വരാം. ചേട്ടൻ ഇതിട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ. പോപ്പി സാർ, സത്യം പറയല്ല, ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നല്ലേടാ? ഈ സാധനം ഇവിടെ ഇല്ല. തൃശ്ശൂരിൽ നിന്ന് 3 മണിക്കൂർ, എത്ര 3 മണിക്കൂർ കൊണ്ട് ഞാൻ ഉച്ചക്ക് വിളിച്ചു പറഞ്ഞ്, എന്നിട്ട് വൈകുന്നേരം ആയപ്പോ സാധനം ട്രെയിനിലേക്ക് കൊണ്ടുപോകുന്നതാണ് എനിക്ക് ഇവൻ തന്നത്. ഏതിനും നമ്മുടെ പോപ്പി സാർ, അതും റേറ്റ് ഒക്കെ കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എടാ, ഞാൻ പറഞ്ഞിട്ടിരിക്കല്ലേ പോളി. അപ്പൊ ഗൈസ്, ഞാൻ പോയിട്ട് വരാം. താങ്ക് യു. അപ്പൊ ഗൈസ്, നമുക്ക് എല്ലാം സെറ്റ് കിട്ടിയിട്ടുണ്ട്. കിട്ടി. ചേട്ടന് മാത്രമല്ല, അമ്മക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല, ചേച്ചിക്കും അറിയത്തില്ല, ഈ വീട്ടിൽ ആർക്കും അറിയത്തില്ല ആ ഗിഫ്റ്റിന്റെ അകത്ത് എന്തുവാണത്. ചെലവാ അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മുടെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. എത്രാമത്തെ വയസ്സാണെന്ന് പറയുമോ? വേണ്ടല്ലേ? അന്ന് വേണ്ട, കുഴപ്പമില്ല. ഗൈസ്, അപ്പൊ നമ്മുടെ ഫാമിലി ഫുള്ള് ഇവിടെ ഉണ്ട് കേട്ടാ. ഓക്കെ, പാട്ട് പാട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ചങ്ക് ബ്രോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഗൈസ്, നമ്മുടെ ചേട്ടന്റെ ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ. അട്ടിയാണ് കേക്ക് ലക്ഷ്യം വിട്ട് മാത്രം കട്ട് ചെയ്യുക. എനിക്കൊന്ന് പറഞ്ഞൊക്കെ കുട്ടിക്കോ. അങ്ങനെ ഓർഡർ ഒക്കെ അങ്ങനെ ഒന്നും ആർക്കാണെങ്കിലും കൊടുക്കുക. കൊള്ളാവോ ചിണ്ട? കൊള്ളാവോ? ഓ, ദേ കൈയൊക്കെ ഇട്ടെടുത്ത് വാരി തിരുന്ന് നോക്കി. ഓക്കെ, ഇനിയാണ് ഗൈസ് നമ്മുടെ ഐറ്റം. ഓ, പെട്ടെന്നുള്ള ഗസ്റ്റൊക്കെ ചെയ്യണ എല്ലാരും. ഒറ്റടിക്ക് ഗസ്റ്റ് ചെയ്തുള്ള ഓപ്പൺ ചെയ്. ഓ, അതാണ് സർപ്രൈസ് മാൻ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് കീർക്കണം. ഗസ്റ്റ് ചെയ്യണ, പെട്ടെന്ന് ഗസ്റ്റ് ചെയ്. എന്താ ഇനി എല്ലാരും ഗസ്റ്റ് ചെയ്യട്ടെ. അക്ക ഗസ്റ്റ് ചെയ്യ. എന്തുവാ? ഞാൻ നോക്കട്ടെ. ഓക്കെ, അമ്മ ഷൂ ആണെന്ന് തോന്നുന്നു. അച്ഛൻ ചെരുപ്പായിരിക്കും. ശുദ്ധ എന്തുവാ? ചെരുപ്പാ ഷൂവാ? അല്ല, ഷൂ ആണ്. ഓ ഏത് ബ്രാൻഡ് കമ്പനിയാണെന്ന് പറയാൻ പറ്റുവാ? ശരിയാണല്ലോ. ചെരുപ്പാണ്.
ഇതിന് വേണ്ട ഒന്നുമില്ലേ അയ്യോ പറ്റിച്ച് എനിക്ക് എന്റെ കയ്യിലെന്തോ മുട്ടിയല്ലോ ഫോണാണോ ഐഫോൺ 15 Pro Max ആണ് കേട്ടോ. എന്റെ 14 Pro Max ആയിരിക്കണം. അതിനൊന്നും എന്താ കമോൺ ഞാൻ അതൊന്നും ഒരു കുഴപ്പമില്ല. ബ്രോ ഇസ് മൈ ബ്രോ, അത്രേ ഉള്ളു. ഇതപ്പോ ഈ കളറ് കിട്ടില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ഉച്ചക്ക് പ്ലാൻ ചെയ്തു, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പപ്പടെ കൊടുത്തേ ആ നോക്കട്ടെ. സിദ്ധ അൺബോക്സ് ചെയ്യും. പപ്പക്കോട് പപ്പയുടെ ഗിഫ്റ്റാ ഓണാക്കി നോക്കി. മോനെ ഓണാക്ക്. അല്ല ഒരെണ്ണത്തിന്റെ ബാക്കിന്റെ അവസ്ഥ എനിക്ക് അറിയാം. അങ്ങനെ ആദ്യമായിട്ട് ബൂട്ടാവും കേട്ടോ. എങ്ങനെയുണ്ട് സർപ്രൈസ്? ആപ്പിളാണ് ആപ്പിൾ. എക്സ്പെക്ട് ചെയ്യാത്തത്. ആ അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും ഷൂ ആണെന്ന് ആദ്യം വിചാരിച്ചില്ലേ? നീ പറഞ്ഞിട്ട് പോന്നാ അങ്ങനെ സർപ്രൈസ് അങ്ങനെ വിജയിച്ചിരിക്കുവായിരിക്കണം. ഞാൻ ആദ്യം കൊടുത്ത് കേക്കിനകത്ത് വെച്ച് തരാന്ന്. അത് പണ്ട് അച്ഛനും കൊടുത്താ. അപ്പൊ ഞാനടുത്ത് തന്ന ഈ പ്രാവശ്യം ഷൂവിനകത്ത് തരാന്ന്. പക്ഷെ അത് എന്തായാലും അടിപൊളിയായിട്ട് സർപ്രൈസ് വർക്കൗട്ട് ആയി കേട്ടാ. ആരും എക്സ്പെക്ട് ചെയ്തില്ല. ഐഫോൺ 15 Pro Max. ഓഹോ അടിപൊളി. ഇവിടെ പപ്പയ്ക്ക് ഫോൺ കൊച്ചത്തെ ഫോൺ വെച്ച് അച്ഛന്റെ തപ്പടി നീ അതിനകത്ത് വേറെ വല്ലതും ഉണ്ടോ? അതിനകത്തൊന്നും ഇല്ല. ഇപ്പൊ മാത്രമല്ല, ഞാൻ പോപ്പിയോട് വിളിച്ചു പറഞ്ഞായിരുന്നു. അവന്മാരെ എല്ലാം സെറ്റ് ചെയ്ത. അതല്ലേ ഞാൻ അന്നോട് വരണ്ടെന്ന് പറഞ്ഞു, അച്ഛനോട് പോവാന്ന് പറഞ്ഞിരിക്കുവല്ലായിരുന്നാ. ഞാനത് പേപ്പർ മാറ്റൊന്നുമില്ല. ഞാനോർത്തിന് ഹിസ്റ്ററി കഷ്ടമാണ്. എത്ര രൂപയുടെ അതിന്? അത് 1.8 സൂപ്പർ. ഒരു ഇലക്ട്രിക് വണ്ടി മേടിക്കാൻ അല്ല 1,30,40,000 അങ്ങാണ്ടാണ്. പോപ്പി അതുകൊണ്ട് എനിക്ക് 1.6 1.5 എനിക്ക് കിട്ടി. 1.8 അങ്ങാണ്ട് കിട്ടി. ശരിയാ, ഒരു വണ്ടി മേടിച്ചാൽ മതിയായിരുന്നല്ലോ. ആ ഇത് പെട്ടെന്ന് എനിക്ക് ഇന്ന് കൊടുക്കണമായിരുന്നേ ഗിഫ്റ്റ്. അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. ഹാപ്പിയാ? എന്ത് പറയണമെന്ന് പിന്നെ അച്ഛനോട് സെറ്റായിട്ട് അങ്ങനെ നമ്മള് തെറ്റൊന്നും ഞാൻ ഒരിക്കലും തെറ്റാകത്തില്ല. എങ്ങനെയുണ്ട്? കളർ ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടം. അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നിന്റെ സർപ്രൈസ്? പ്രതീക്ഷയില്ലടാ. ഇതാണ് ഇതാ മോളെങ്ങനെ കൊള്ളാവാ? പതിയപ്പോ അതിട്ടുണ്ട് താഴ്ത്തിടലും. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ, ഇന്ന് ഇപ്പൊ ഈ നിങ്ങൾ കണ്ട വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ജെന്യൂനായിട്ട് നിങ്ങൾക്ക് എന്തുമാണ് ഇഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് കാര്യങ്ങളൊക്കെ താഴത്ത് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ എനിക്കും കൂടെ ആരും ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാ. എനിക്ക് എന്തായാലും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എന്റെ ചേട്ടനാ ഞാൻ ഇങ്ങനെ സർപ്രൈസ് ചെയ്തപ്പോ. സത്യമായിട്ട് പറഞ്ഞാൽ ശരിക്കും വൺ ഓഫ് ദ ഫേവറേറ്റ് വീഡിയോ ആണ് എൻ്റെ ഇത്. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് എന്ന് പറയണ പോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൽക്കാണ്ട് ബെല്ലൈക്കാൻ അടിച്ചു കൂട്ടിക്കുക. എന്നാൽ അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. So guys, keep supporting. It's me Sanju and bye bye.